ഭവനം മാറുന്നത് 3 കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഇപ്പൊ ആ ഇരിക്കുന്ന ഭവനത്തിലാണ് ഇപ്പൊ ഈ കുടുംബമൊക്കെ ഇട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ നന്നായി ഒരാൾ മുടങ്ങും, ഒരാൾ നേരായ ഒരാൾക്ക് ചുറ്റൽ വരും. മനസ്സിലായി? ആണ് നിങ്ങളുടെ ബുദ്ധിയിൽ എത് വന്നാലും ദൈവമേന്ന് പറഞ്ഞാൽ നിങ്ങളെ വിട്ടുകൊടുത്തിട്ടുള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് ദൈവദോഷം ദൈവക്കേടൊന്നും കുടുംബത്തിലെ അച്ഛനമ്മയുടെ കാരണന്മാർ ദൈവദോഷങ്ങളൊന്നും ഇല്ല. മനസ്സിലായി? അതിൽ വീട്ടിലുള്ളവർ പടിയിൽ തൊഴിൽ ജോലിയിൽ വരുമാനം എന്ത് നോക്കിയാലും കറക്റ്റാവണില്ല. ആ മുഖക്കെട്ട് അടച്ചാണ് അമ്മയ്ക്കുള്ളത്. അതിൽ ആയുസ് മുടക്കം 2 ആപത്ത് അമ്മയ്ക്ക് കഴിഞ്ഞു. ആയുസ് മുടക്കം 2 ആപത്ത് കൊണ്ട് തപ്പിച്ചു. ആപത്ത് അതിൽ ഒരാപത്തിലെ കാശും പണിയും ചെലവും കിടപ്പും കേടൽ ഉസുറ് പോകേണ്ട നാശം നഷ്ടം വരിക്ക് എത്തേണ്ട അത് വലിയ ദോഷത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പൊ ആയുസിന് മുടക്കമില്ല. ഇനി കിടപ്പും കേടൽ ഉസുറ് പോകുമാ, ഇതിൽ കിടന്ന് മുടങ്ങിയ ഉസുറ് പോകുമാ, ഇതിൽ പെട്ടെന്ന് ഉസുറ് പോയി കിട്ടുമാ, ഇതിൽ മക്കളിലും കുടുംബത്തുള്ളവരിനെ വീട്ടിലുള്ളവരിനെ ശീരളിക്കില വരുമാ എന്നാണ് അമ്മയ്ക്ക് മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്നത്. അതിൽ ഈ കൈരാക്കിന്റെ ഉസുറ് പോകേണ്ടത് നിങ്ങളുടെ കയ്യിലോ നമ്മുടെ കയ്യിലല്ല, അത് ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നമുക്കുള്ളൂ. 3ാമത് ബുദ്ധിരേഖ വളരെ കത്ത്. അങ്ങനെ മനസ്സിൽ എന്ത് ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശം സൂക്ഷിച്ച് രഹസ്യമാക്കി വെച്ച് പോകാനുള്ള കാര്യം ഇന്ന് ഈ വയസ്സിലേക്കില്ല. എന്ത് ഉദ്ദേശം എടുക്കുമ്പോൾ ആ ഉദ്ദേശം അപ്പതിന് ഏതെങ്കിലും ആളുകൾക്ക് പറയും. അത് പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് അന്ന് ഉറക്കം വരില്ല. ഇപ്പൊ അതാണ് ദോഷം. അമ്മയുടെ മനസ്സിലെ കാണുന്ന കാര്യം പറയുമ്പോൾ അത് അമ്മയ്ക്ക് ദോഷം. നിങ്ങൾ നല്ലാളെന്ന് ഒരു കാര്യം പറയും, നിങ്ങൾക്ക് ചുറ്റിരിക്കണവർ 1നെ 9 ആക്കി. മനസ്സിലായി? അത് നിങ്ങൾക്ക് നല്ലതല്ല. അതിന് ഇപ്പോഴും കുടുംബം നിൽക്കുന്ന ഭൂമിക്ക് ഇടയിൽ കുറച്ച് നാരദമാർ ഉണ്ട്. നാരദ